ഹലോ! വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസി. ഞാനിന്ന് നോക്കുന്നത് 6ാം ക്ലാസ്സിന്റെ സാമൂഹ്യശാസ്ത്രമാണേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒന്നാമത്തേതും രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇത് മൂന്നാമത്തെ ചാപ്റ്റർ ആണേ. അപ്പോൾ രാഷ്ട്രവും ഗവൺമെന്റും. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ മെയിനായിക്കാണ്ട് നോക്കുന്നത് എന്താണ് രാഷ്ട്രം, ഗവൺമെന്റ് എന്താണ്, പിന്നെ അതിന്റെ ഉത്ഭവം, അതായത് എവിടെ നിന്നാണ് ഗവൺമെന്റ് തുടങ്ങിയത്, കാര്യങ്ങളും ഒക്കെ ആണ് ഇതിൽ പറയുന്നത് ഈ ഒരു മൊഡ്യൂളിൽ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ഒരു ഡയറി കുറിപ്പാണ്. അപ്പോൾ ഈ ഡയറി കുറിപ്പ് ഹിറ്റ്ലറെ പേടിച്ചുകാണ്ട് എവിടെ ഒന്ന് ഒളിച്ചിരിക്കുമ്പോൾ ആൽഫ്രഡ് എഴുതിയ ഒരു ഡയറി കുറിപ്പാണ്. നമുക്ക് വായിക്കാം. പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു ചെയ്യണമെന്നാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. പുറത്തു പോയി മിസ്റ്റർ വേഴ്സണിനെ കാണണമെന്നാണ് ഡാഡിക്ക് ആഗ്രഹം. പീറ്ററിന് ടൗണിൽ പോയി സിനിമ കാണണം. എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയൊരു ആനന്ദമായി തോന്നുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കറിയാം, എല്ലാത്തിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ്. പിന്നെ എൻ്റെ സ്കൂളും പഠനവും. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു. ഇവിടത്തെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആൽഫ്രഡ് ഡയറി കുറിപ്പുകൾ. അപ്പോൾ ഈ ഒരു ഡയറിക്കുറിപ്പ് എന്തിനേനു? അപ്പൊ ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്തൊരു ഇടുങ്ങിയ മുറിയിൽ ഒളിവു ജീവിതം നയിക്കേണ്ടി വന്ന ആൽഫ്രഡ് തന്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റിയിൽ കുറിച്ചിട്ടുള്ള വരികളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അതായത് അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഹിറ്റ്ലറിന്റെ. ആ ഒരു ടൈമിൽ ഒളിച്ചിരിക്കുകയാണ് ആര്? അപ്പൊ ആൽഫ്രഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയ കുറിപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആൽഫ്രഡ് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത്? അവ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാന്. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? പിന്നെ സ്വന്തമായൊരു വീട്, സഞ്ചാര സ്വാതന്ത്ര്യം, പിന്നെ സ്കൂൾ പഠനം എന്നിവയൊക്കെ ആ ഡയറിയിൽ അദ്ദേഹം കുറിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പു നൽകുന്നത്? ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ രാജ്യം നമുക്ക് എന്താണ് ഉറപ്പ് നൽകുന്നത്? അപ്പൊ നമ്മുടെ മാതൃരാജ്യം നമ്മെ അനേകം കാര്യങ്ങളിലൂടെയാണ് ഉറപ്പ് നൽകുന്നത്. പ്രധാനമായും അത് സുരക്ഷയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നു. നാം സ്വതന്ത്രമായി ജീവിക്കാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും വിദ്യാഭ്യാസം നേടാനും തൊഴിൽ ചെയ്യാനും സൗകര്യമൊരുക്കുന്നു. അതായത് നമ്മുടെ ഇവിടുത്തെ ഭരണം എന്ന് പറഞ്ഞത് ജനാധിപത്യ ഭരണമല്ലേ. അപ്പോൾ ഒരാൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശം നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അപ്പൊ ആധുനിക ആരോഗ്യ സേവനങ്ങളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും രാജ്യം നമുക്ക് നൽകുന്നു. കാരണം എന്താ ഫ്രീ ആയിക്കാണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അപ്പൊ ഇതോടൊപ്പം നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കുകയും അതിൽ അഭിമാനിക്കാനുള്ള അവകാശം നൽകുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ മാതൃരാജ്യമായ നമ്മുടെ രാജ്യം നമുക്ക് നൽകുന്നത്. ഇനി എന്താണ് രാഷ്ട്രവും ജനങ്ങളും എന്ന് നോക്കാം. അപ്പൊ ഈ രാഷ്ട്രം എന്ന് പറഞ്ഞത് എന്താണ്? ആരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്? അവരാണ് നമ്മുടെ രാഷ്ട്രം. അവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കല് അല്ലേ. ഇനി അവിടെ കൊടുത്തിട്ട് കുറച്ച് കൊളാഷ് നോക്കാം. അപ്പൊ COVID-19 ഏത് സാഹചര്യവും നേരിടാൻ രാഷ്ട്രം തയ്യാറാണെന്ന് ഇന്ത്യ. രാജ്യത്ത് എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉറപ്പാക്കും. അപ്പൊ റിപ്പബ്ലിക് ദിനാഘോഷം അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. അപ്പൊ മുകളിൽ നൽകിയിരിക്കുന്ന കൊളാശ് ശ്രദ്ധിക്കൂ. ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതും ആരാണ്? രാഷ്ട്രമാണല്ലേ. അപ്പൊ ജനങ്ങൾക്ക് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്? അപ്പൊ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. അപ്പൊ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നു. ആരോഗ്യ സേവനങ്ങൾ ചെയ്യുന്നു. നിയമ സംരക്ഷണം, അതായത് സൗജന്യമായിക്കാണ്ട് വിദ്യാഭ്യാസം ഉണ്ടല്ലേ. ഗവൺമെന്റ് അംഗീകാരമുള്ള എന്താണ് ഫീസൊന്നും കൊടുക്കാതെ വിദ്യാഭ്യാസം ഉണ്ട്. ആരോഗ്യ മേഖലകളുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് എന്തുണ്ട്? നിയമ സംരക്ഷണം ഉണ്ടല്ലേ. അപ്പൊ സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയരായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് രാഷ്ട്രമാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ കൂടുതൽ സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം.
ഇനി എന്താണ് രാഷ്ട്രം എന്ന് നോക്കാം. അപ്പോൾ രാഷ്ട്രം എന്നാല് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റും ജനങ്ങളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചേർന്നതാണ് ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ അധികാരം ആർക്കുണ്ടാവില്ലേ? രാഷ്ട്രത്തിനാണ് ഉണ്ടാവില്ലേ. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രദേശത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാരിൻ്റെ പരമാധികാരമുള്ള, അതായത് അവിടുത്തെ ഗവൺമെന്റും എല്ലാം കൂടി ചേർന്നതാണ് ജനതയാണ്, അല്ലെങ്കിൽ എല്ലാം കൂടി ചേർന്നതാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ ജനങ്ങൾ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? രാഷ്ട്രീയം ഉണ്ടാവില്ല. അപ്പൊ ഗവൺമെന്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം അവിടെ ജനങ്ങൾ വേണം, അതായത് ആൾക്കാർ വേണം. എന്നാലേ ഗവൺമെന്റ് ഉണ്ടാവുമല്ലോ. ഗവൺമെന്റ് ഉണ്ടായാൽ മാത്രമേ അവിടെ രാഷ്ട്രം ഉണ്ടാവുള്ളൂ കേട്ടോ. നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിന്റെ ചുമതലയാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ്. കൂടാതെ ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതും രാഷ്ട്രം തന്നെ. അതായത് എന്താണ്? ജനങ്ങളും അതേപോലെ ഗവൺമെന്റും കൂടി ചേർന്നതാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പം ജനങ്ങളുടെ ജനക്ഷേമം, അതേപോലെ ജനങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങളൊക്കെ ആരാണ് ചെയ്യേണ്ടത്? ഗവൺമെന്റ് ആണ്. അപ്പൊ ആ ഒരു ഗവൺമെന്റ് എന്ത് പറയുന്നത്? രാഷ്ട്രത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് എല്ലാ ചുമതലയും ആർക്കാണ്? അപ്പൊ രാഷ്ട്രത്തിനാണ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അവിടെ കൊടുത്തിട്ടുള്ള അധിക വായന നമുക്ക് ലഘൂകരിച്ച് നോക്കാം. അപ്പോൾ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നതാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. പുരാതന ഗ്രീസിലാണ് ആദ്യമായിക്കാണ്ട് രാഷ്ട്രത്തെ കുറിച്ചുള്ള പഠനം തുടങ്ങിയത്. പിന്നെ അതേപോലെ നഗരരാജ്യങ്ങൾ ആയിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നീ ചിന്തകരാണ് രാഷ്ട്രത്തിന്റെ തുടക്കം കുറിച്ച ചിന്തകരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലാണ് ആദ്യമായിക്കാണ്ട് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിജ്ഞാത ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഗ്രന്ഥം ട്ടോ, അതായത് ബുക്ക്. ഇനി പറയാൻ പോകുന്നത് സ്റ്റേറ്റ് എന്നൊരു വേർഡ് എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ പറ്റിയാണ്. അതായത് സംസ്ഥാനം. അപ്പോൾ ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ, അതായത് നഗരരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ഓരോ സംസ്ഥാനങ്ങളെ സൂചിപ്പിക്കാൻ പൊളിക്സ് ആണ് ഗ്രീക്കുകാർ ഉപയോഗിച്ചത്. അപ്പോൾ റോമക്കാർ ഉപയോഗിച്ചത് സിവിറ്റസ് എന്ന പദമാണ്. അപ്പോൾ ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്യുവലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത്. അപ്പോൾ ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സംസ്ഥാനം എന്ന് പറയും. ഇപ്പൊ എങ്ങനെയാണ് സ്റ്റേറ്റ് വേർഡ് ഉണ്ടായതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയുന്നത് ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷനെ പറ്റിയാണ്. ആ മുകളിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇതിലേതാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വിദ്യാലയമാകുന്നത്? എ ആണോ ബി ആണോ? അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പറയൂ. എ എന്ന് പറയുന്നത് ആരുമില്ലല്ലേ, അപ്പൊ അതൊരു വിദ്യാലയമാകോ? ആ വിദ്യാലയം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിദ്യാലയമാകണമെങ്കിൽ അവിടെ മറ്റ് സൗകര്യങ്ങളോടൊപ്പം കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉണ്ടാകണം. എല്ലാവരും ഒരുമയോടെ സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാലയം എന്നൊരു ആശയം പൂർണ്ണമാകുന്നത്. അപ്പോൾ നമ്മളൊരു വിദ്യാലയം എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വേണം? ടീച്ചേഴ്സ് വേണം, സ്റ്റുഡൻസ് വേണം. അപ്പോൾ അവരുടേതായ കാര്യങ്ങളും ഒക്കെ വേണമല്ലേ. അതിനെയാണ് നമ്മൾ വിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് രാഷ്ട്രവും എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾ ഇല്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. അപ്പൊ ജനങ്ങൾ ഉണ്ടായാൽ മാത്രമേ രാഷ്ട്രം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഈ രാഷ്ട്രം ആർക്ക് വേണ്ടി ഉണ്ടായത്? അതായത് നമ്മുടെ ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്, ഓല സൗകര്യത്തിന്, അതേപോലെ ഓല ഉത്തരവാദിത്വമൊക്കെ നോക്കാൻ വേണ്ടിയാണ് രാഷ്ട്രം ഉണ്ടായത്.
എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. അതായത് എത്രയാണെന്ന് കണക്കൊന്നുമില്ലല്ലോ രാഷ്ട്രത്തിന്, എത്രയും ജനങ്ങൾ പറ്റും. അപ്പോൾ ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മത, വർഗ, വർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം. അത് പല മതത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വർഗത്തിൽപ്പെട്ട ആളുകളും എന്തിലുണ്ടാവും, രാഷ്ട്രത്തിലുണ്ടാവും. ഇനി അവിടെ ചെറിയൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കണ്ടെത്താമോ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം? ഇപ്പോഴത്തെ സർവേ വെച്ച് 2023-24 തൊട്ട് ചൈനയെ മറികടന്ന് ഇന്ത്യയാണ് ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷനിലെ മുന്നിലത്തെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത് വാറ്റിക്കൻ സിറ്റിയാണ്. ഏകദേശം 800 പേർക്കും കുറവായ ജനസംഖ്യയുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യവും ഇതുതന്നെയാണ്. അപ്പോൾ അവിടെ ആകെ 800 പേരിൻ്റെ അടിയിലുള്ള ആൾക്കാർ എവിടെയല്ലോ, വാറ്റിക്കൻ സിറ്റി എന്ന് പറഞ്ഞ രാജ്യത്തല്ലോ. അപ്പോൾ വാറ്റിക്കൻ സിറ്റിയാണ് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം എന്ന് പറയുന്നത്. ഇനി വേറൊരു പ്രവർത്തനമാണ്, നമുക്ക് നോക്കാം. അപ്പോൾ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ 1,00,000 നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത് എന്താണ്, തെറ്റാണ്. കാരണം അങ്ങനെ രാഷ്ട്രത്തിന് എന്തില്ല, അപ്പോൾ ആളുകളുടെ ഒരു കണക്കില്ല അല്ലേ, അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മത, വർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം, അത് ശരിയാണ്. അപ്പോൾ ജനങ്ങൾ രൂപീകരിച്ച് ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്, ശരിയാണ്. അപ്പോൾ ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിൽ നിലനിൽക്കാം, അത് തെറ്റാണ്. ജനങ്ങളില്ലെങ്കിൽ എന്തുണ്ടാവില്ല, രാഷ്ട്രം ഉണ്ടാവില്ല. ഇനി നോക്കുന്ന ടോപ്പിക്കാണ് ഭൂപ്രദേശത്തെ പറ്റിയാണ്. അപ്പോൾ 2011 രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാന്റെ ഭൂപടമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കുറച്ച് ചോദ്യോത്തരങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്ക. ഏത് നദിയാണ് ഈ രാജ്യത്തെ ജനസമൃദ്ധമാക്കുന്നത്? വൈറ്റ് നൈൽ നദി അല്ലെങ്കിൽ നൈൽ നദി. അപ്പോൾ ദക്ഷിണ സുഡാന്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതൂ. വടക്ക് എന്ന് പറയുന്നത് സുഡാന്, കിഴക്ക് ഇത്യോപ്യ, അപ്പോൾ തെക്ക് ഉഗാണ്ട, കെനിയ, അപ്പോൾ പടിഞ്ഞാറ് സെൻട്രൽ ആഫ്രിക്ക റിപ്പബ്ലിക്, അപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ. അപ്പോൾ ദക്ഷിണ സുഡാനെ പോലെ ഏതൊരു രാഷ്ട്രം രൂപപ്പെടുന്നതിനും കൃത്യമായ ഭൂപ്രദേശങ്ങൾ ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് തിരിച്ചു പറഞ്ഞല്ലോ. അപ്പോൾ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവുമായി നിർവഹിക്കപ്പെട്ടതുമായ ഭൂപ്രദേശങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ എന്ത് മനസ്സിലായി? ഭൂപ്രദേശങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ട്ടോ. അപ്പോൾ എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല. അതായത് ഭൂപ്രദേശങ്ങൾ ഉണ്ടായാൽ മാത്രമേ രാഷ്ട്രം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അത് എത്ര വിസ്തൃതി വേണം, അതിന്റെ അളവ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രത്തിന്റെ കര, ജല, വായു, തീരദേശ മേഖലകൾ അതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ്. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. അപ്പോൾ രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ രാഷ്ട്ര രൂപീകരണത്തിൽ ഭൂപ്രദേശത്തിന് നിർണായകമായ പങ്കാണ് ഉള്ളത്. ഒരു പ്രദേശത്തിന്റെ ഭൗതിക സവിശേഷതകളും പ്രത്യേക സാഹചര്യങ്ങളും അതിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ വികസനത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അപ്പോൾ നദികൾ, മലനിരകൾ, പാതകളും സഞ്ചാര മാർഗങ്ങളും ഉൾപ്പെടെയുള്ള ഭൂപ്രകൃതികളുടെ ജനങ്ങളുടെ താമസവും വ്യാപാരവും സംസ്കാരവുമെല്ലാം എന്തിനു നിശ്ചയിക്കും? ഭൂപ്രദേശത്ത് എന്ന് പറയുന്നത് നിശ്ചയിക്കുമല്ലേ. അപ്പോൾ അത് രാഷ്ട്ര രൂപീകരണത്തിന് എന്താണ്, വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇനി എന്താണ് ഗവൺമെന്റ് എന്ന് നോക്കാം. അപ്പോൾ അതിന് കുറച്ച് ഉദാഹരണമായിക്കാണ്ട് കുറച്ച് വാർത്തകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ COVID-19 എല്ലാ കാർഡുടമകൾക്കും സൗജന്യ റേഷൻ പ്രഖ്യാപിച്ച് ഗവൺമെന്റ്. അപ്പോൾ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറച്ച് സർക്കാർ. ഗവൺമെന്റ് ജാഗ്രത പാലിച്ചു. വിലക്കയറ്റം നിയന്ത്രണ വിധേയം. ദാഹനീർ ഗവൺമെന്റിന്റെ പുതിയ കുടിവെള്ള വിതരണ പദ്ധതി.
അപ്പൊ ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ ഉദാഹരണമായി കൊടുത്ത വാർത്തകൾ എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സർക്കാർ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. അപ്പൊ രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല. അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളുടെയും ഏകോപിച്ച് കൊണ്ടുപോകാൻ ഗവൺമെന്റ് എന്ന സംവിധാനം അനിവാര്യമാണ്. അപ്പൊ ഈ ജനങ്ങളും അതേപോലെ രാഷ്ട്രത്തിന്റെ ഇടയിൽ വരുന്നതാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിനെ അപ്പൊ ഓരോ ഭാഗത്തിനെ നോക്കുന്നതാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആരെയാണ് നോക്കുന്നത്? ജനങ്ങളെ. ജനങ്ങളുടെ ക്ഷേമത്തിനും അതേപോലെ അവരുടെ ആവശ്യത്തിനൊക്കെ വേണ്ടിയാണ് ഗവൺമെന്റ് ഉള്ളത്. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്നത് സ്ഥിരമാണ്. പക്ഷെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതായത് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഉദാഹരണം പറഞ്ഞാൽ ഓരോ വർഷവും നമ്മളുടെ മുഖ്യമന്ത്രി അതേപോലെ എല്ലാവരും മാറിക്കൊണ്ട് നിൽക്കും. അതൊക്കെ എന്താണ്? ഗവൺമെന്റിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരിക്കലും മാറില്ല. എവിടെയാണ് രാഷ്ട്രമുള്ളത് അതിലെ അംഗങ്ങൾ മാത്രമേ മാറുകയുള്ളൂ. അതായത് ഗവൺമെന്റ്. അപ്പോൾ രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്രമസമാധാനം, നിയമവീഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ എല്ലാ കാര്യങ്ങളും രൂപീകരിക്കുകയും പ്രകടിപ്പിക്കുകയും എല്ലാം നോക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകൾ ഉൾപ്പെടുത്തി തന്നിട്ടുള്ള ആശയപടം പൂർത്തിയാക്കൂ. ഇനി നമുക്ക് പൂർത്തിയാക്കാലോ. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് ദേശീയ സുരക്ഷയും പ്രതിരോധവും ഉറപ്പാക്കുന്നു. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും മുൻഗണന നൽകുന്നു. സാമൂഹിക നീതിയും ക്ഷേമവും ഉറപ്പാക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് നടപടികൾ സ്വീകരിക്കുന്നു. രാഷ്ട്രത്തിന്റെ പരമാധികാരം ഐക്യവും കാത്തു സൂക്ഷിക്കുന്നു. ഇതിനെല്ലാം രാഷ്ട്രത്തിനെ നോക്കി കാണുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ് രാഷ്ട്രത്തിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ് ഗവൺമെന്റ് എന്ന് നോക്കി, എന്താണ് രാഷ്ട്രം നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് പരമാധികാരം എന്ന് നോക്കാം. അതിനു വേണ്ടി വാർത്താ തലക്കെട്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ശ്രദ്ധിക്കാം. ആഭ്യന്തര കലാപം പരിഹരിച്ചു ശ്രീലങ്ക ജനാധിപത്യത്തിലേക്ക്. യുദ്ധഭീതി വിദേശത്തുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യ. ഇന്ത്യയും ചൈനയും പുതിയ സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. വയോജനക്ഷേമ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനൊരുങ്ങി ഫ്രാൻസ്. ഓരോ വാർത്തയിലും രാജ്യങ്ങൾ അവരുടെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത മേഖലകളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാജ്യത്തിന്റെ പരമമായ അധികാരമാണ് പരമാധികാരം എന്ന് പറയുന്നത്. അതായത് ഓരോ രാജ്യത്തിന് അവരുടേതായ കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡത്തിനെയാണ് എന്ത് പറയുന്നത്? പരമാധികാരം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 2018 നമുക്ക് പ്രളയം ഉണ്ടായത്. പല രാജ്യങ്ങളിൽ നിന്ന് 500, 1000 കോടികളൊക്കെയാണ് നമുക്ക് സഹായമായിക്കാണ്ട് കിട്ടിയത്. അത് എന്തുകൊണ്ട് അങ്ങനെ കിട്ടിയത്? ആ രാജ്യത്തിൽ പരമാധികാരം എന്ന് പറഞ്ഞ ആ ഒരു മുഖ്യത്തിലുള്ള ഒരാളുണ്ടായത് കൊണ്ടാണ്. നമ്മുടെ രാജ്യത്തെ ആരാണ് മുഖ്യത്തിലുള്ള ആളെന്ന് പറയുന്നത്? പ്രധാനമന്ത്രി ആയിക്കാണ്ട് നരേന്ദ്രമോദി ആണല്ലേ. അദ്ദേഹത്തിനാണ് നമ്മുടെ രാജ്യത്തിൽ പരമാധികാരമുള്ളത്. അപ്പോൾ രാഷ്ട്രത്തിനു മാത്രമുള്ള ഒരു സവിശേഷതയാണിത്. നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിന്റെ ഭാഗമാണ്. അതായത് പരമാധികാരമുള്ള ഒരു വ്യക്തിക്ക് എന്ത് നിയമം വേണമെങ്കിലും അല്ലെങ്കിൽ തീരുമാനം വേണമെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. രാഷ്ട്രം അതിന്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും
കാത്തു സൂക്ഷിക്കുന്നത് ഗവൺമെന്റിലൂടെയാണ്. അപ്പൊ ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെന്റ് എന്നിവയുണ്ടെങ്കിലും പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. അതായത് അപ്പൊ ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഭൂപ്രദേശമുണ്ട്, അതേപോലെ ഗവൺമെന്റ് ഉണ്ട് നോക്കാന്. പക്ഷെ ഒരാളില്ല. അതായത് ഏറ്റവും മേലെ നോക്കാൻ വേണ്ടി, രാജ്യം നോക്കാൻ വേണ്ടി ഒരാളില്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റിന്റെ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? ഒരു കാര്യം ഉണ്ടാവില്ല അല്ലേ? അപ്പൊ എപ്പോഴും നമുക്ക് എന്തുണ്ടാവും? ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും. പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യ ഫുള്ള് നോക്കാനല്ലേ. അതേപോലെ നമ്മുടെ കേരളം നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി, അതാണ്. ആ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു സംസ്ഥാനം മുന്നോട്ട് പോകലല്ലേ. അതേപോലെ ഒരു പരമാധികാരം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മ്യാൻമറിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു, ഇടപെടുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ആണവ നയം രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയം, മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന് ഇന്ത്യ. അപ്പൊ തന്നിരിക്കുന്ന രണ്ട് വാർത്തകളിൽ ഏതിലാണ് രാഷ്ട്രത്തിന്റെ പരമാധികാരം പരിപാലിക്കപ്പെടുന്നത്? എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കൂ. ഇനി നമുക്ക് ഉത്തരം നോക്കാം. ഇന്ത്യയുടെ ആണവ നയത്തെക്കുറിച്ചുള്ള വാർത്തയിലാണ് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരം പരിപാലിക്കപ്പെടുന്നത്. കാരണം അത് സ്വന്തം കാര്യങ്ങളിൽ സ്വതന്ത്രമായി നിലപാടെടുക്കാൻ ഉള്ള അവകാശം അംഗീകരിക്കുന്നതാണ്. അതായത് സ്വന്തമായി ഇന്ത്യ എടുത്ത തീരുമാനമാണല്ലേ ആണവ നയത്തെക്കുറിച്ച്. പക്ഷെ മ്യാൻമറെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് അമേരിക്കയാണ് തീരുമാനം എടുക്കുന്നത് അല്ലെ. മ്യാൻമറിന്റെ ആഭ്യന്തരം അല്ല തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് എന്താണ്? അപ്പൊ നമ്മളുടെ രണ്ടാമത്തെ വാർത്തയാണ് പരമാധികാരം ഉള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ ഇപ്പൊ നോക്കി? രാഷ്ട്രത്തിന്റെ ഓരോ ഘടകങ്ങൾ നോക്കിയല്ലേ. ഇനി എങ്ങനെയാണ് രാഷ്ട്രം ഉണ്ടായതിനെ പറ്റി നോക്കാം. അപ്പൊ രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ, രാഷ്ട്രത്തിന്റെ വിവിധ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ചർച്ച ചെയ്തുവല്ലോ. ഇനി രാഷ്ട്രം എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന് പരിശോധിക്കാം. അപ്പൊ രാഷ്ട്ര രൂപീകരണത്തെ സംബന്ധിച്ച് ക്ലാസ്സിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുകയാണ്. കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ എപ്രകാരമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. അപ്പോൾ പാനൽ ചർച്ചയിൽ ഒന്നാമത്തെ കുട്ടി പറയുന്നത്, ശക്തരെ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചത് എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറയുന്നത്, എല്ലയല്ല, ജനങ്ങൾ രൂപപ്പെടുത്തിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത് എന്നാണ്. അപ്പോൾ മൂന്നാമത്തെ കുട്ടി പറയുന്നത്, ഇതൊന്നുമല്ല ശരി, രാഷ്ട്രം ആരും നിർമ്മിച്ചതല്ല, ദീർഘകാലം പരിണാമങ്ങളിലൂടെ ഫലമായാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത് എന്നാണ്. ഇനി നമുക്ക് ഈ മൂന്ന് അഭിപ്രായത്തിലും ഏതാണ് ശരിയെന്ന് നോക്കല്ലേ. അപ്പോൾ ഈ മൂന്ന് അഭിപ്രായത്തിൽ ഏതാണ് ശരി? സാമൂഹിക പരിണാമ സിദ്ധാന്തമായ മൂന്നാമത്തെ കുട്ടി പറഞ്ഞതാണ് ശരി. കാരണം എന്താണ്? രാഷ്ട്രം എന്ന് പറയുന്നത് ആരും നിർമ്മിച്ചതല്ല അല്ലേ. അത് കാലക്രമേണ ഉണ്ടായി വന്നതാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മളൊരു ബലം പ്രയോഗിച്ചോ കാര്യങ്ങളൊന്നുമല്ല. മൂന്നാമത്തെ സിദ്ധാന്തമാണ് ശരിക്കും, പരിണാമ സിദ്ധാന്തമാണ് ശരിക്കും രാഷ്ട്ര രൂപീകരണത്തിന് കാരണമായത്. ഇനി നോക്കുന്ന ടോപ്പിക്കാണ് ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് ദേശരാഷ്ട്രത്തിലേക്ക്. അതായത് ഗോത്രവർഗക്കാരാണ് ആദ്യമായിക്കാണ്ട് രാഷ്ട്രം എന്ന രൂപത്തിൽ അവര് ഭരിച്ചിരുന്നതല്ലേ. അതിന്റെ ശേഷമാണ് ഇപ്പം കാണുന്ന നിയമത്തോടു കൂടെ ഭരണമൊക്കെ വന്നത്. ആ ഭരണത്തെ ഇപ്പോഴത്തെ ആധുനിക ഭരണത്തെ പറയുന്നതാണ് ദേശരാഷ്ട്രം. ഇനി നമുക്ക് വിശദീകരിച്ച് നോക്കാം. അപ്പൊ ആധുനിക രാഷ്ട്രങ്ങളുടെ സ്വഭാവം ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. അപ്പൊ രാഷ്ട്രങ്ങളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ പരിശോധിക്കാം. അപ്പൊ പണ്ട് മുതൽ ഗോത്ര രാഷ്ട്രങ്ങളാണ് ആദ്യം തുടങ്ങിയത്. അത് മുതൽ ദേശരാഷ്ട്രം വരെയുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇനി നമുക്ക് നോക്കാം. ഗോത്ര രാഷ്ട്രങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ്. അതായത് പണ്ട് കാലത്ത് രാഷ്ട്രം എന്ന രീതിയിൽ തുടക്കം കുറിച്ചത് ഗോത്രക്കാരാണ് എന്നാണ്. അപ്പോൾ ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താല്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ,
എന്നിവയുടെ സ്വാധീനം ഗോത്ര രാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങളാണ്. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് ഗോത്ര രാഷ്ട്രങ്ങളാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. അതായത് ഇപ്പം കാണുന്ന രീതിയിലെ രാഷ്ട്രഭരണമായിരുന്നു പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസൊപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പൊ വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരുന്നത്. അതായത് ഇപ്പോഴത്തെ രീതിയിൽ എല്ലാം മതമായിക്കോട്ടെ ഭരണ രീതി ആയിക്കോട്ടെ എല്ലാം ഉൾക്കൊള്ളുന്നതിനെയാണ് നാഗരിക ജീവിതം എന്ന് പറയുന്നത്. അതായത് നഗരങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നത്. ഇനി ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നവയാണ് ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങൾ. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏഥൻസ്, സ്പാർട്ട. ഇനി പറയാൻ പോകുന്ന റോമ സാമ്രാജ്യം. റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നവയാണ്. അതായത് ഇപ്പം കാണുന്ന ഭരണ സംവിധാനങ്ങൾ, നിയമം ആ ഒരു രൂപത്തിലായ ഒരു ഘട്ടമാണ് റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഫ്യൂഡൽ രാഷ്ട്രങ്ങളാണ്. അപ്പൊ റോമ സാമ്രാജ്യത്തിന്റെ പതന ശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. അതായത് റോമ സാമ്രാജ്യത്തിന്റെ അവസാനം ആയതിന് ശേഷമാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടത്. ഫ്യൂഡലിസം ആയിരുന്നു ഈ ഒരു രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത. അപ്പൊ ഇവിടെ രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരുന്നു. അപ്പൊ രാജാവിന് അധികാരം പരിമിതമായിരുന്നു. ഭരണാധികാരം പ്രഭുക്കൾക്കായിരുന്നു. അതായത് ഒരു നിരയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മന്ത്രി, മുഖ്യമന്ത്രി, അതേപോലെ രാജാവ്, പ്രഭുക്കൾ, കർഷകര് എന്ന രീതിയിൽ എന്തുണ്ടായിരുന്നു, ഒരു ലെവൽ ഉണ്ടായിരുന്നു ഫ്യൂഡൽ രാഷ്ട്രങ്ങൾക്ക്. അപ്പൊ ഈ ഒരു ഫ്യൂഡൽ രാഷ്ട്രം എന്തിനു ശേഷമാണ് വന്നത്? റോമ സാമ്രാജ്യത്തിന്റെ അവസാനത്തിന് ശേഷമാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ വന്നത്. ഇനി ദേശരാഷ്ട്രങ്ങൾ നോക്കാം. അപ്പൊ യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത്. അപ്പൊ യൂറോപ്പിലാണ് ദേശരാഷ്ട്രങ്ങൾ ആദ്യമായിക്കണ്ട് ഉണ്ടായത്. നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയവ സാമൂഹ്യ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തി. വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്രമേണ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. അതായത് ഒരുപാട് മാറ്റം വന്നു രാഷ്ട്രങ്ങളിൽ അല്ലേ? ദേശരാഷ്ട്രമായതോടെ അതായത് യുക്തിബോധമായിക്കോട്ടെ അല്ലെങ്കിൽ ശാസ്ത്രബോധമായിക്കോട്ടെ, ശാസ്ത്രത്തിലൊക്കെ എന്തായി, ഒരുപാട് പുരോഗതികൾ വന്നു. അതേപോലെ ഒരുപാട് നയങ്ങൾ, അതേപോലെ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ് ഒക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്ന് ഇപ്പോഴത്തെ രീതിയിലായി. ഇതിനെയാണ് ദേശരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ട്ടോ. ഇനി പറയുന്നത് എന്താണ് ഫ്യൂഡലിസം എന്നതാണ്. അപ്പൊ പ്രഭുക്കന്മാർ തങ്ങളുടെ കൃഷിഭൂമിയിൽ പണിയെടുത്തിരുന്നവരെ അടിമകളെ പോലെ ചൂഷണം ചെയ്തിരുന്ന സാമൂഹിക ഭരണ വ്യവസ്ഥയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രാഷ്ട്രഘട്ടത്തിൽ എന്താണ് പ്രശ്നമുണ്ടായത്? അതായത് അപ്പൊ അവരുടെ കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നവരെ അവരെ ഒരുപാട് ശല്യം ചെയ്തിരുന്നു. അതായത് ജന്മി കുടയാൻ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ഘട്ടത്തിലാണ് ട്ടോ. അപ്പൊ ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വാക്കുണ്ടായത്. ഇനി എന്താണ് നവോത്ഥാനം? 14-15 നൂറ്റാണ്ടുകളിൽ ഇറ്റലിയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും കലാ-വൈജ്ഞാനിക രംഗങ്ങളിലുണ്ടായ പുത്തൻ ഉണർവാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അതായത് നവോത്ഥാനം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വെച്ച് നോക്കണം ഒരുപാട് മാറ്റങ്ങൾ 14-15 നൂറ്റാണ്ടുകളിൽ ഉണ്ടായി. അതായത് ഇപ്പോൾ അറിവിലായിക്കോട്ടെ, കലകളിലായിക്കോട്ടെ ഒരുപാട് രീതികൾ വന്നു. അതേപോലെ അന്ധവിശ്വാസമൊക്കെ എന്തായി പോയല്ലേ. പിന്നെ വിദ്യാഭ്യാസമൊക്കെ എന്തായി, പണ്ട് കാലത്ത് കുട്ടികൾക്കൊക്കെ എന്തില്ലായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്താണ്, വിദ്യാഭ്യാസം ഉണ്ട്. കാരണം എന്താണ്, അതൊരു നവോത്ഥാനമാണ്. കാരണം വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ അന്ധവിശ്വാസമൊക്കെ തെറ്റാണ് എന്ന രീതിയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. അതായത് പുതിയ ചിന്തയാണ് ഈ നവോത്ഥാനം എന്ന് പറയുന്നത്.
ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രവർത്തനമാണ്. അപ്പൊ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിശദീകരിച്ച് നോക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഒന്നും കൂടി നമ്മൾ വിശദീകരിച്ച് നോക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി രാഷ്ട്രവും ഗവൺമെന്റും പരസ്പര ബന്ധം. അപ്പൊ രാഷ്ട്രത്തിൽ ഭരണനിർവഹണം നടത്തുന്നത് ഗവൺമെന്റ് ആണ് നാം തിരിച്ചറിഞ്ഞല്ലോ. അവയുടെ കൂടുതൽ പ്രത്യേകതകൾ പരിശോധിച്ചാലോ. അപ്പൊ ഒരു രാഷ്ട്രം ഭരിക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണല്ലേ. ഇനി നമുക്കത് ഒരു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് നോക്കാം. അപ്പൊ രാഷ്ട്രവും ഗവൺമെന്റും തമ്മിലുള്ള താരതമ്യത്തിനായി കിരൺ ശേഖരിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അവ തന്നിരിക്കുന്ന പട്ടികയിൽ അവ ഉചിതമായി ക്രമീകരിക്കൂ. അവ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കല്ലേ. അവ പരമാധികാരമുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നവയാണ്, അവ വിശാലമായ സങ്കല്പനമാണ്, അവ ഒരു സ്ഥിര സ്ഥാപനമാണ്, രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ്, എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു, ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു, പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിലൂടെയാണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് രാഷ്ട്രത്തിലും ഗവൺമെന്റിലും എന്ന് നോക്കാം. അപ്പോൾ രാഷ്ട്രം പരമാധികാരമുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, വിശാലമായ സങ്കല്പനമാണ്, എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇനി ഗവൺമെന്റ് ഒരു സ്ഥിര സ്ഥാപനമാണ്, രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ്, പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിലൂടെയാണ്, ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾക്കൊള്ളുന്നു. അപ്പൊ ജനങ്ങളും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ഗവൺമെന്റ് ആണ്. അതായത് ഒരു ഗവൺമെന്റിലാണ് ജനങ്ങളും രാഷ്ട്രവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഗവൺമെന്റ് ഇല്ലാതെ ഒരു രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. അപ്പൊ ഗവൺമെന്റ് ഇല്ലെങ്കിൽ എന്തില്ല? രാഷ്ട്രമില്ല. അപ്പൊ രാഷ്ട്രത്തിന്റെ നിയമങ്ങളും നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. അപ്പോൾ ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങളിലൂടെയാണ്. അപ്പോൾ അവ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പൊ ഗവൺമെന്റിന്റെ ഘടകങ്ങളാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഒന്നാമത്തെ ഘടകമാണ് നിയമനിർമ്മാണ വിഭാഗം. അതായത് രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ. അപ്പൊ എന്തൊക്കെയാണ് നിയമങ്ങൾ ഉണ്ടാക്കാം, പിന്നെ അതേപോലെ എന്തെങ്കിലും നിയമത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതൊക്കെ വരുത്താം. അതൊക്കെ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ പെടുന്നവയാണ്. അപ്പൊ രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. ഇനി രണ്ടാമത്തെ ഘടകമാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പൊ നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗത്തിലാണ്. അതായത് എന്തെങ്കിലും ഇപ്പൊ നിയമവും കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ നടപ്പിലാക്കുന്നത് ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. അപ്പൊ ഇനി മൂന്നാമത്തെ ഘടകമാണ് നീതിന്യായ വിഭാഗം. അതായത് ആദ്യം നിയമങ്ങൾ ഉണ്ടാക്കി, ആ നിയമങ്ങളൊക്കെ നടപ്പിലാക്കി, ഇനി ആ നിയമം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാല് അതൊക്കെ തീർക്കുന്നത് എവിടെയാണ്? നീതിന്യായ വിഭാഗത്തിലാണ്. അതായത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ്. അപ്പൊ നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗങ്ങൾ അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. അപ്പൊ ഗവൺമെന്റിന് 3 ഘടകങ്ങളുണ്ട്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങളൊക്കെ ഉണ്ടാക്കുക, രണ്ടാമത്തെ കാര്യനിർവഹണ വിഭാഗം ആ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുക, ഈ മൂന്നാമത്തെ ഘടകമാണ് നീതിന്യായ വിഭാഗം. അതായത് ഈ അപ്പൊ നിർമ്മാണവും അതേപോലെ നടപ്പിലാക്കിയതും അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കൽ എവിടെയാണ്? നീതിന്യായ വിഭാഗത്തിലാണ്. അപ്പൊ ഈ 3 ഒത്തുപോയാൽ മാത്രമേ നല്ലൊരു ഗവൺമെന്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി പറയാൻ പോകുന്നത് ഒരു പ്രവർത്തനമാണ്. അതായത് ഗവൺമെന്റിന്റെ ഘടകങ്ങൾ വെച്ചുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ പരിശോധിക്കൂ. ഓരോന്നിനും നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിവയുടെ അധികാര പരിധിയിൽ ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന് കണ്ടെത്തൂ. ഇനി നമുക്ക് വിശദീകരിച്ച് അതിന്റെ ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോടതി നടപടിക്രമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് സുപ്രീം കോടതി. അത് ഏതില് പെടും? നീതിന്യായത്തില്. വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി നടപ്പിലാക്കാൻ ഒരുങ്ങി ഗവൺമെന്റ്. അപ്പൊ നടപ്പിലാക്കുന്നതൊക്കെ ആരാണ്? കാര്യനിർവഹണ വിഭാഗമാണ്.
ഇനി മൂന്നാമത്തെ പോയിന്റാണ് പരിസ്ഥിതി സംരക്ഷണ നിയമ ഭേദഗതി ഉടൻ. അത് ഏതിൽ പെടും? നിയമനിർമ്മാണ വിഭാഗത്തിൽ പെടും. ഇനി സ്കൂളുകളിൽ ഹരിത ചട്ടം കർശനമായി പാലിക്കണം. വിദ്യാഭ്യാസ വകുപ്പ് അത് നടപ്പിലാക്കലാണ്. അത് ഏതിൽ പെടും? കാര്യനിർവഹണം. ഇനി അടുത്ത പോയിന്റാണ് ട്രാഫിക് നിയമ പരിഷ്കരണം പുരോഗതി അറിയിക്കണമെന്ന് കോടതി. അത് നീതിന്യായമാണ്. പുതിയ ഗതാഗത നിയമ പരിഷ്കരണത്തിന് അധികാരം നൽകി പാർലമെന്റ്. അതൊരു നിയമനിർമ്മാണ വിഭാഗമാണ്. അപ്പോൾ ആ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചാപ്റ്റർ അടുത്തൊരു വീഡിയോ ആയിക്കാണ്ട് വരുന്നതാണ് കേട്ടോ.